ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വളരെ സിമ്പിളായിട്ട് ചപ്പാത്തിക്ക് ഒരു സൈഡ് ഡിഷ് ചെയ്യാൻ പോവുകയാണ് സെലറി കൊണ്ട്. അതിനായി ഞാൻ കുറച്ച് സെലറി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം 2 വലിയ സവാളയും വീട്ടിലെ അടുക്കള തോട്ടത്തിൽ നിന്ന് കിട്ടിയ ചെറിയ 5 തക്കാളിയും കൂടെ ചേർത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുക്, 1 സ്പൂൺ പെരിഞ്ജീരകം, ഇതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സെലറിയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ബ്ലഡ് പ്രഷറിനും പിന്നെ വെയ്റ്റ് ലോസിനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഡയബറ്റീസിനെ മാനേജും ചെയ്യുന്നു. ഇങ്ങനെ ഒത്തിരി പറയാം. പക്ഷേ ഇത് ഡെയിലി കഴിക്കാമോ എന്ന് ചോദിച്ചാൽ ഡെയിലി പാടില്ല. ഒരു വീക്കിലി ട്വൈസ് എല്ലാം എടുക്കാം. ഇങ്ങനെയാണ് എൻ്റെ അറിവ്. അല്ലെങ്കിൽ ബ്ലോട്ടിങ് ആവുമെന്ന് പറയുന്നുണ്ട്. ഗ്യാസ് ഫോം ആവാൻ ചാൻസ് ഉണ്ട്. സോ ഡെയിലി വേണ്ട. നമുക്കിപ്പോൾ ഇതിൽ കുറച്ച് തക്കാളിയും എരിവിനായി പച്ചമുളകും, ഞാനിവിടെ ഒരു 3 പച്ചമുളകും 5 ചെറിയ തക്കാളിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ വന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സെലറി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതങ്ങനെ അധികം വേവുള്ള സാധനമല്ല. ചെറുതായിട്ട് ആ ചൂട് പെടുമ്പോൾ തന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കിതിലിപ്പോൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 1 സ്പൂൺ പെപ്പറും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എരിവിന് ആൾറെഡി ഞാൻ 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്നാലും പെപ്പറും കൂടെ ചേരുമ്പോൾ അതൊരു തനി മണം തന്നെയാണ്. ടേസ്റ്റും അത്. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് അടച്ചിട്ട് വേവിക്കാം. വെരി സിമ്പിളാണ്. വെന്ത് കഴിയുമ്പോൾ കുറച്ച് കസൂരി മേത്തി ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അല്പം തൂവി കൊടുത്താൽ മണം ഉഗ്രനായിരിക്കും, ടേസ്റ്റും അത്യുഗ്രനായിരിക്കും. എല്ലാവരും സമയം കിട്ടുമ്പോൾ ഇതൊന്ന് കയ്യിൽ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ. സെലറി കയ്യിൽ കിട്ടുമ്പോൾ ഇതിൽ ചെയ്ത് നോക്കൂ. ഞാൻ ലാസ്റ്റിൽ അല്പം ഗരം മസാലയും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ ഞാൻ തന്നെ റെഡി ചെയ്ത ഗരം മസാലയാണ്. ഇപ്പോൾ നമുക്കിതിനെ അടച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ കുറച്ച് കസൂരി മെത്തിയിട്ട് കൊടുക്കാം. കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് തിരുമിയിട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല മണം കിട്ടും. അപ്പോൾ ഇത്ര തന്നെയാണ്. വെരി സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. വീണ്ടും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.